ഇതിപ്പം N-Lineന്റെ വേരിയൻസ് ഉണ്ടോ? ഇപ്പം നമ്മൾ ഓടിക്കുന്നത് N10. ഓക്കെ, ഇത് 1.5 ആണോ? ഓക്കെ, ജസ്റ്റ് ഓടിച്ചു നോക്കാം. അഡാസ് ഒക്കെ വരുന്നതാണോ? ഓക്കെ, ലൈക്ക് കൊളിഷൻ വാർണിംഗ് കാണിക്കുന്നു. ബ്രോ ഏത് ഹ്യുണ്ടായിന്നാ? കൊല്ലം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ വണ്ടിയും ടെസ്റ്റ് ഡ്രൈവ്സ് ഒക്കെ ഉണ്ടോ? ഓക്കെ, മാനുവൽ വരുന്നുണ്ടോ N-Lineന്റെ? വണ്ടി മാനുവൽ ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ, ബ്രോയുടെ പേര്? ഓക്കെ, അഭിനന്ദ്. എനിക്കത് പാഡിൽസ് യൂസ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്യാനാണ് കുറച്ചുകൂടെ രസം. മാനുവൽ സെയിലൊക്കെ ആവാറുണ്ടോ? DCT ആണ്. അത് ഈ പറഞ്ഞ പോലെ N10 എല്ലാ വേരിയന്റിലും ഉണ്ടോ? ഓക്കെ, ഇതിപ്പോ നോർമൽ മോഡലാണോ? രണ്ടിന്റെ ഈ സ്വിച്ച് തന്നെയാണല്ലേ? ഓ ശരി ശരി. ഇപ്പൊ 25 മോഡലാണോ? ലൈക്ക് 1.5 എന്ത് പവർ ഫിഗേഴ്സ് ഒക്കെ വരും? 160 PS പവറും 253 Nm പവറും ഈ എഞ്ചിന് 1.5 ടർബോ പെട്രോൾ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, കറക്റ്റ് നമ്മൾ ആ ഒരു DCT ഓടിക്കുമ്പോൾ ആണ് അതിൻ്റെ ഒരു കറക്റ്റ് പെർഫോമൻസ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. കാരണം നമ്മുടെ നോർമലിനേക്കാളും ഭയങ്കര വ്യത്യാസമുണ്ട്. നോർമൽ കറക്റ്റേക്കാളും ഭയങ്കര വ്യത്യാസമുണ്ട്. ഓക്കെ, അതിന് പെട്രോളിൽ എത്ര എഞ്ചിൻ വരുന്നത്? ഈ സെയിം എഞ്ചിനാണ്? ഓക്കെ, ടർബോ തന്നെ? അല്ലല്ല, അതിൽ നോൺ ടർബോ ആണ്. നാച്ചുറൽ ആസ്പിറേറ്റഡ് ആണ്. ഓക്കെ, 3 എഞ്ചിനാണ് ഒറ്റയ്ക്ക് വരുന്നത്. 1.5 നാച്ചുറൽ ആസ്പിറേറ്റഡ്, പിന്നെ 1.5 ടർബോ പെട്രോൾ, പിന്നെ ഒരു 1.5 ഡീസൽ. ഓക്കെ, അപ്പം മൂന്നും കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് കൂടുതൽ സെല്ല്? കൂടുതൽ സെയില് കൂടുതൽ നോർമൽ ഡീസലാണ് ഏറ്റവും കൂടുതൽ സെയിൽ. ഇത് പെർഫോമൻസ് നോക്കി വരുന്നവർ കറക്റ്റ് ആയിട്ട് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് വരുന്നവരാണ് എല്ലാവരോട്ട് പോകുന്നത്. എനിക്കല്ലേ ബാക്കി ട്രാക്ഷൻ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ വരുന്നല്ലേ? പിന്നെ അതേപോലെ 360 ക്യാമറ വരുന്നുണ്ട് ഫുൾ ആയിട്ട്. ഭയങ്കര ഫോട്ടോ നല്ല പുള്ളി ചെയ്യുന്നുണ്ട്. ലോഞ്ച് ചെയ്തോ അവിടെ? ട്രാക്ഷൻ ഓഫ് ചെയ്ത് പറ്റുമോ? ട്രാക്ഷൻ ഓഫ് ചെയ്തോ?
ലിമിറ്റഡ് കുഴപ്പമില്ല, ഓഫായി ഡിസേബിൾ ആയിട്ടുണ്ട്. പ്രൈസിങ് ഒക്കെ എങ്ങനെ വരും? പ്രൈസിങ് നമുക്ക് ടോപ്പ് വേരിയന്റ് ഒരു 25 സംതിങ് വരുന്നുണ്ട്. 25 ആവല്ലേ? ആഡ് ഓൺ ആയിട്ട് എന്തെങ്കിലും പറയാനായിട്ടൊക്കെ ഉണ്ടോ? അത്യാവശ്യം മാക്സിമം എല്ലാ ടെസ്റ്റ് എടുത്ത് നോക്കിയാലാണ് കറക്റ്റ് അറിയാം. നമ്മളിപ്പം നോർമൽ വെച്ച് കമ്പനി 1.5 ടർബോ വലിയ ഉള്ളത് നമ്മളായിരിക്കട്ടെ, ജസ്റ്റ് ടെസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു വ്യത്യാസം അറിയാൻ പറ്റും. അത് എക്സ്പീരിയൻസ് തന്നെയാണ് അല്ലേ? എല്ലാം സീരീസ് എല്ലാം അങ്ങനെയാണ്. എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയാലാണ് അതിന്റെ കറക്റ്റ് നമുക്ക് ആ ഒരു DCT-യുടെ ഒക്കെ പെർഫോമൻസ് കറക്റ്റായിട്ട് ഓടിച്ചു നോക്കിയാൽ നമുക്ക് അറിയുന്നത്. സൗണ്ട് സിസ്റ്റം വരുന്നുണ്ട്, ഫുൾ ബ്ലാക്ക് ഇന്റീരിയർ. ഇങ്ങനെ സ്പോർട്സ് ഇടുമ്പോഴത്തേക്ക് സൗണ്ട് ഒക്കെ വ്യത്യാസം വരുന്നത് അല്ലേ? കുറച്ചുകൂടെ RPM സസ്പെൻഷൻ സ്റ്റിഫ് ആവോടാ ഹൈ സ്പീഡിൽ. സ്റ്റിയറിംഗ് ഹൈ സ്പീഡിൽ വളവാണെങ്കിലും അങ്ങനെ പവർ കട്ടിങ് ഒന്നുമില്ല. ഉണ്ട്. അതുകൊണ്ട് പേടിയാവും. വണ്ടി മാറുമെന്നുള്ള പേടിയാണ്. അതെ അതെ. ഒരു 100 കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചെറുതായിട്ട് വളവെടുക്കുമ്പോൾ ഒരു ചെറിയൊരു തോന്നും. RPM കട്ട് ഓഫ് ആയിട്ട് നിൽക്കുന്നില്ല, ലൈക് നെക്സ്റ്റിൽ ഷിഫ്റ്റ് ആവുന്നു. കുറച്ചുകൂടെ സൗണ്ട് എയർലൈൻ, നമ്മുടെ i20 എയർലൈൻ കുറച്ചുകൂടെ സൗണ്ട്. അത് സ്റ്റാർട്ടപ്പിലൊക്കെ കുറച്ചുകൂടെ ബാസ്. പുറത്ത് പോകുമ്പോഴത്തേക്ക് എനിക്ക് 1.6 വരും.
ബഗ്സ് അടുപ്പിച്ച് വരും നമ്മുടെ I20 അല്ലേ തന്നെ ഗ്ലോബൽ എഡിഷൻ ഒക്കെ. ആ വെളിയിൽ ഇറങ്ങുന്നില്ലേ? പിന്നെ ലാപ് ടൈപ്പ് എല്ലാം. ആ അതിന്റെ സസ്പെൻഷൻ ഒക്കെ നല്ല വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട്. ഇവിടെ ആകെ എനിക്ക് തോന്നുന്നു അതിന്റെ സ്റ്റിയറിംഗ് വീല് മാത്രമേ കിട്ടുള്ളൂ എന്ന് കംപ്ലൈന്റ് ഉണ്ട്. 1 ലിറ്റർ 3 സിലിണ്ടർ ആണ് ഇവിടെ വരുന്നത്. 1.6 4 സിലിണ്ടർ. ഇപ്പൊ ഗ്ലോബലി എല്ലാ ബ്രാൻഡും അങ്ങനെ. ആണാണ്. ടൊയോട്ട പോലും ടൊയോട്ട എനിക്കൊന്നും ഒന്നും ഇറക്കുന്നില്ല. സോ